ഷംന, ആദ്യ ദിവസം രാഹുലിന്റെ ഓഫീസ് അടക്കം പൂട്ടി. രാഹുലിന്റെ ഡ്രൈവറും സഹായി ഫസൽ അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് മാറി. പിന്നീട് ഇവരെല്ലാം തിരിച്ചെത്തുന്നു, ഓഫീസ് സാധാരണ രീതിയിലേക്ക് പോകുന്നു. ഇന്ന് SIT സംഘം എത്തുമ്പോഴും ഇവരൊക്കെയാണ് ഫ്ളാറ്റിലും, ആൽവിനും ഫസലും ഒക്കെയാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ ആൽവിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ? നിലവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആൽവിനെയും ഫസലിനെയും മണിക്കൂറുകൾ നീണ്ട സമയമാണ് ഈ SIT ചോദ്യം ചെയ്തതും അവരിൽ നിന്ന് വിവരം ശേഖരിച്ചതും. കാരണം കണ്ണാടി പഞ്ചായത്തിലെ പ്രചരണ വേളയിലാണ് ഈ രാഹുലിനെതിരായുള്ള കേസ് ഈ പെൺകുട്ടി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. ആ ഒരു സമയത്ത് തന്നെ രാഹുൽ പിന്നീട് അവിടുന്ന് മുങ്ങുകയായിരുന്നു. പിന്നീട് ആരും രാഹുലിനെ കണ്ടിട്ടില്ല. പക്ഷേ രാഹുൽ പിന്നീട് കണ്ണാടിയിൽ നിന്നും നേരെ ഫ്ളാറ്റിലെത്തി. അതിനുശേഷം ഒരു സുഹൃത്തിന്റെ കാറിൽ കയറിയാണ് മറ്റൊരു കേന്ദ്രത്തിലേക്ക്, ഒളി സങ്കേതത്തിലേക്ക് മാറിയത്. ഈ ഘട്ടത്തിൽ രാഹുലിന്റെ കൂടെ ഈ ഡ്രൈവർ ആൽവിനും ഒപ്പം തന്നെ ഈ PA ആയിരുന്ന ഫസലുമാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഇതോടുകൂടിയാണ് ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ SIT തീരുമാനിക്കുന്നതും. എന്തായാലും രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ന് 12 മണിക്കാണ് SIT സംഘം രാഹുലിന്റെ ഫ്ളാറ്റിലെത്തുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞ് അവർ ഫ്ളാറ്റിലെത്തുന്നു. പിന്നീട് 4 മണിക്കൂറാണ് അവിടെയുള്ള ഒരു തെളിവ് ശേഖരണം നടന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് പ്രകാരമുള്ള ആ ദിവസങ്ങളിലെ ഒന്നും CCTV ദൃശ്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഈ ഫ്ളാറ്റിലെ CCTVയുടെ DVRന്റെ ബാക്കപ്പ് കുറവാണ് എന്നതാണ് കാരണമുണ്ടായിരുന്നത്. 1 മാസത്തെ ബാക്കപ്പ് മാത്രമേ നിലവിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലെ ഒന്നും CCTV ദൃശ്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമായില്ല. പക്ഷെ കഴിഞ്ഞ 1 മാസം വരെയുള്ള CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ അവസാനമായി രാഹുൽ ഫ്ളാറ്റിൽ വന്നു എന്ന് പറയപ്പെടുന്ന ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ SIT ശേഖരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അവസാന നിമിഷം വരെ ഈ സഹായികളാണ് ഒപ്പം ഉണ്ടായിരുന്നത്. PAയും ഡ്രൈവറും ഉൾപ്പെടെയുള്ളവരാണ് കൂടെ ഉണ്ടായിരുന്നത്. രാഹുൽ എവിടെ എന്നറിയാത്ത സാഹചര്യത്തിൽ ഈ ഒളിസങ്കേതത്തിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇവർക്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. മറ്റൊന്ന്, രാഹുലിന്റെ ഫോണാണ്. ഈ ഫോൺ കേന്ദ്രീകരിച്ച് രാഹുലിലേക്ക് എത്താനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നെങ്കിൽ കൂടി പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഓഫീസ്, ഫ്ളാറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത്. എന്നാൽ ഇത് ഈ PA ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളുടെ കയ്യിലായിരിക്കാം. ഇത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടി വേണ്ടിയായിരിക്കാം എന്നൊരു കണക്കുകൂട്ടലുണ്ട്. പക്ഷെ ആ ഫോൺ ഇപ്പോഴും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നതോടു കൂടിയാണ് ഈ പേഴ്സണൽ സ്റ്റാഫായ ഈ ഫസലിനെയും ഒപ്പം തന്നെ ഡ്രൈവർ ആൽവിനെയും ഈ അന്വേഷണ സംഘം മണിക്കൂറുകൾ ചോദ്യം ചെയ്തതും വിവരങ്ങൾ ശേഖരിച്ചതും. പക്ഷേ ചില വിവരങ്ങളൊന്നും ഇവരൊന്നും കാര്യമായി പറയുന്നില്ല. ഈ മൊഴിയെടുക്കലിനോട് കൂടുതലായി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മൊഴിയെടുപ്പ് ഉണ്ടാകും എന്നുകൂടി ഈ പ്രത്യേക അതായത് ഈ അന്വേഷണ സംഘം, ഈ സംഘത്തിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ പാലക്കാട് തന്നെ തുടരുന്നു. നാളെയും ഈ സമാനമായ പരിശോധനകൾ, ഫ്ളാറ്റിലെ അടക്കം കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും അന്വേഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇടമായി പാലക്കാട്ട് അവർ തുടരും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഗൂഗിൾ അത് തന്നെയാണ്. കാരണം ഇന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നെങ്കിൽ പോലും പ്രധാനമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. മറ്റൊന്നും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ ഒക്കെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. പരിശോധന, ഈ വിവരശേഖരണം അതൊക്കെ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ നിലവിൽ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഉണ്ടാവുക. ഈ സമീപത്തുള്ള ഈ കടകളിലെയും വീടുകളിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കും. അതിനൊക്കെ ശേഷമായിരിക്കും മടക്കം ഉണ്ടാവുക. പിന്നെ മറ്റൊന്ന്, MLA ഓഫീസിൽ ഉൾപ്പെടെ ഈ SIT എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഈ ഫ്ളാറ്റിലെ പരിശോധന, മൊഴിയെടുപ്പും ഒക്കെ അധികം നീണ്ടുപോയതിനാൽ ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം MLA ഓഫീസിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നാളെ ഈ MLA ഓഫീസ് ഉൾപ്പെടെയുള്ള രാഹുൽ സ്ഥിരമായി പോകാറുള്ള അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ SIT. ശരി ഷംന, ഏതായാലും പാലക്കാടും അന്വേഷണ സംഘം ക്യാമ്പ് ചെയ്യുന്നു. അവിടെ രാഹുലിന്റെ ഏറ്റവും അടുപ്പമുള്ള, അല്ലെങ്കിൽ രാഹുലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡ്രൈവറെയും ഒപ്പം പേഴ്സണൽ സ്റ്റാഫായ ഫസലിനെയും ഡ്രൈവർ ആൽവിനെയും നീണ്ട സമയം ചോദ്യം ചെയ്തു. അവരെ രഹസ്യകേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്തത്. രാഹുൽ എങ്ങോട്ടേക്ക് പോയി, അല്ലെങ്കിൽ രാഹുലിന്റെ ഫോൺ എവിടെ എന്നതൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഘട്ടത്തിലെ പരിശോധന. ഒപ്പം നാളെയും ഈ CCTV ദൃശ്യങ്ങൾ യുവതി പാലക്കാട് എത്തി എന്ന മൊഴിയിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അതിനെ സപ്പോർട്ട് ചെയ്യുന്ന
തെളിവ് ശേഖരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ഏതായാലും ഇതേ സമയം തന്നെ അടൂരിൽ രാഹുലിന്റെ നാട്ടിൽ രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളെ, രാഹുലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ അവരുടെ വീടുകളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.